ഹായ് ഫ്രണ്ട്സ്, ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പനിക്കൂർക്ക. അതുകൊണ്ടൊരു ബജിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 5 ടേബിൾ സ്പൂൺ കടലപ്പൊടി, കുറച്ച് പനിക്കൂർക്കയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, 1 സ്പൂൺ അരിപ്പൊടി, അപ്പപ്പൊടിയാണ് എടുത്തേക്കണേ, 1/2 സ്പൂൺ മുളക് പൊടി, 2 പിഞ്ച് കായം, കുറച്ച് ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് സന്തോഷം ഉണ്ടാവണം എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ഈ വീഡിയോസ് ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് തരുമ്പോഴാണ്. ഇപ്പോൾ ഷാരി ഇത് നീർദോശ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ പിക്ക് അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു ഷാരി. ഇനി നമുക്കിതിന് വേണ്ട ബാറ്റർ ഉണ്ടാക്കാം. നമ്മൾ എടുത്തു വെച്ചേക്കണ കടലപ്പൊടിയിലേക്ക് അരിപ്പൊടി കൂടി ഇട്ടിട്ട് 1 സ്പൂൺ അരിപ്പൊടി, 5 സ്പൂൺ കടലപ്പൊടി, ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പിഞ്ച് കായം, കുറച്ച് ഉപ്പ്, ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നല്ലൊരു ബാറ്ററായിട്ട് എടുക്കുക. വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് അത് തിളപ്പിക്കാൻ വെക്കുക. ഇപ്പോൾ ഇത് നല്ലൊരു ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറും ഉണ്ട്. പനിക്കൂർക്ക എടുത്ത് ഈ ബാറ്ററിലിട്ടിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ സോഡാപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല, എന്നാലും നന്നായിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇതുപോലെ എല്ലാം ഇട്ട് വറുത്ത് പോരാം. എല്ലാം നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കണം. ആറിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ഫീഡ്ബാക്ക് തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.